നമ്മൾ പോണ വരമ്പത്ത് കൂടെ. ഹായ് കൂട്ടുകാരെ, നമ്മൾ പോകുന്ന വരമ്പത്തിലൊക്കെ അത്യാവശ്യത്തിന് പുല്ലായിട്ടുണ്ട്. പിന്നെ മുകളിൽ നിന്ന് നല്ലപോലെ വെള്ളം വരുന്നുണ്ട്. ദൈവമൊരു കഴയുണ്ട്. ഈ കഴ കൂടെ വെള്ളം അങ്ങോട്ട് ഈ കണ്ടത്തിലേക്ക് ചാടുന്നുണ്ട്. ഇതിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. നമ്മളിന്നലെ സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈക്രോ ന്യൂട്രിയൻസ് കാർഷിക സർവകലാശാലയുടെ നെല്ലിന് വേണ്ടിയിട്ടുള്ള സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈക്രോ ന്യൂട്രിയൻസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളം കണക്കാക്കിയിട്ട് 2 കണ്ടാണ് ഇവിടെ ഉള്ളത്. അതിൽ ഒരു കണ്ടത്തിലടിച്ചു. അതേപോലെ തന്നെ ഒരു കണ്ടം അപ്പർ സൈഡിലുണ്ട്, അതിലും ഒരെണ്ണടിച്ചു. നമ്മളത് വെള്ളമൊക്കെ കെട്ടിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളം കൂടുതൽ വരുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കൊരു പിടുത്തില്ല. എന്നാൽ വെള്ളം മിനിപ്പിന് ഒഴുകുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. അടികൂടെയാണ് വെള്ളം പോകണം. കണ്ട ആ പ്രോബ്ലം പോട്ടെ, പോണ വെള്ളം പോട്ടെ. നമ്മളിതിലേക്ക് കഴകൾ തുറന്നു വെച്ചിട്ടില്ല. ഓട്ടോമാറ്റിക് മുകളിലത്തെ കണ്ടത്തിന് താഴത്തെ കണ്ടത്തിലേക്ക് വെള്ളം വരാം ചാൻസ് ഉണ്ട്. പ്രശ്നമില്ല, നമ്മളത് അടച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ ഇന്നലെ ഈ കണ്ടത്തിൽ മൈക്രോ ന്യൂട്രിയൻസ് അടിച്ചു, പുല്ലെടുത്തടിച്ചു. ഇതിൽ പുല്ലെടുത്തിട്ടുമില്ല, മൈക്രോ ന്യൂട്രിയൻസ് അടിച്ചിട്ടുമില്ല. അത് അടിക്കണം. അതിന് നമ്മളിൽ കുറച്ച് കുറവുണ്ടാവും. പിന്നെ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുല്ലെടുത്തിട്ട് ഇതിലൊരു കീടനാശിനി കൂടി സ്പ്രേ ചെയ്യേണ്ടി വരും. പുഴുക്കേട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നെൽച്ചെടികൾക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. എന്നാലും നമുക്ക് പുഴുക്കേടിനുള്ള ഒരെണ്ണം കൂടി അടിച്ച സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റുള്ള കണ്ടങ്ങളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ കണ്ടം നോക്കുമ്പോൾ ഒരു ഐശ്വര്യമുണ്ട്. എന്തായാലും നമുക്കൊരു സമാധാനമുള്ളത് മറ്റുള്ളവരെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനം കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിട്ട വളം പിടിച്ചു എന്നാണ്. അവരും വളമിട്ടുണ്ട്, നമ്മളും വളമിട്ടുണ്ട്. നമ്മളത് കറക്റ്റായിട്ട് നോക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളം എടുത്തുണ്ട് ചെടി. പിന്നെ ഓലയൊക്കെ ചെറിയൊരു മഞ്ഞ കളറിൽ കാണുന്നുണ്ട്. അത് പുഴുക്കേട്ടിൻ്റെ ശല്യം. അതൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഇപ്പോൾ ഓൾറെഡി ഇതിൽ തിങ്ങിയിട്ട് നിൽക്കണം. നമുക്ക് ലേശം ഒരു ചെറുതായിട്ടൊന്ന് തുറന്ന് വയ്ക്കാം. അപ്പുറത്ത് കൂടെ ഒന്ന് വെള്ളം പൊക്കോട്ടെ. ആ പുറത്തേക്ക് പോണ വെള്ളം ഇങ്ങടെ പൊക്കോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം ഒരു മിനിറ്റിന് തുറന്ന് വെച്ചിട്ടുണ്ട്. ചെടികളൊക്കെ നന്നാവുമെന്ന് വിചാരിക്കാം. നമുക്ക് കണ്ടല്ലേ ഇപ്പോൾ പ്രശ്നങ്ങൾ. ഇതിൽ ഒന്നും പ്രാണികളൊന്നും പറക്കണ കാണാനില്ല. എന്നാലും ചെറിയ കുത്തും മറ്റേ ഏലപ്പാനൊക്കെ ഉണ്ടോയെന്ന് സംശയമുണ്ട്. അതിനൊരു സ്പ്രേ ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ ചെടിയുടെ ഇലയൊക്കെ ചിലപ്പോൾ നാശമായി പോയാലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് നേരുന്നു. സുപ്രഭാതം.